പരിശുദ്ധാത്മാവേ എന്നിൽ വന്നു നിറയണമേ. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. രണ്ട് കരങ്ങളും നെഞ്ചോട് ചേർത്ത് കണ്ണുകളടച്ച് ഓരോ വ്യക്തിയും നമ്മൾ ആയിരിക്കുന്ന ഈ അവസ്ഥ തമ്പുരാന്റെ മുമ്പിൽ സമർപ്പിക്കുക. നീ ഇപ്പോൾ ആയിരിക്കുന്ന അവസ്ഥ അതെന്തു തന്നെയാണെങ്കിലും അത് ഈശോയുടെ കയ്യിൽ കൊടുക്കുക. എന്നിട്ട് ഈശോയോട് പറയണം, ഈശോയെ ഇതാണ് എൻ്റെ അവസ്ഥ, ഞാനിങ്ങനെ സങ്കടപ്പെടാൻ ഇതാ ചില കാരണങ്ങളുണ്ട്. എൻ്റെ ജീവിതത്തിൽ ഞാനിങ്ങനെ ഭാരപ്പെട്ട് ജീവിക്കാൻ ചില കാരണങ്ങളുണ്ട്. കർത്താവേ, ആ കാരണങ്ങൾ ഇതാ നിന്റെ മുമ്പിൽ സമർപ്പിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മളിങ്ങനെ ഓർക്കുമ്പോൾ അനേക കാരണങ്ങൾ നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ തെളിഞ്ഞു വരും. നമ്മളിങ്ങനെ സങ്കടപ്പെടാനുള്ള കാരണം, നിന്റെ മുഖം വാടിയിരിക്കാനുള്ള കാരണം, നിന്റെ ജീവിതത്തിൽ ഇത്രമേൽ ഭാരപ്പെട്ടിരിക്കാനുള്ള കാരണം, അതൊരു പക്ഷേ വിചാരിക്കുന്നത് പോലെ കാര്യങ്ങൾ നടക്കുന്നില്ല എന്നുള്ള സങ്കടമായിരിക്കും. തമ്പുരാന്റെ മുമ്പിൽ ആ സങ്കടം സമർപ്പിച്ച് പ്രാർത്ഥിക്കണം. ഈശോയോട് നീ നിന്റെ സങ്കടം പറയണം. ആ സങ്കടത്തെ ഈ അൾത്താരയിൽ നീ സമർപ്പിക്കണം. ഈശോയെ, ഇതാണ് എൻ്റെ സങ്കടം, ആ സങ്കടം ഞാൻ സമർപ്പിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, നിന്റെ ഹൃദയമറിയുന്ന തമ്പുരാൻ കർത്താവിനോട് നീ ഹൃദയം തുറന്നു പറയണം. നിന്റെ ഹൃദയമറിയുന്ന ദൈവം എല്ലാം അറിയുന്നവനാണ്. നിന്നിൽ നിന്ന് ദൈവം എന്താ പ്രതീക്ഷിക്കണമെന്നറിയോ? ഈ വിഷയത്തിൽ ഇടപെടണമെങ്കിൽ ആ വിഷയത്തെ ഹൃദയം തുറന്ന് നീ തമ്പുരാന്റെ മുമ്പിൽ കൊടുക്കണം, സമർപ്പിക്കണം. ദൈവമേ, ഇന്ന് ഞാൻ ആയിരിക്കുന്ന ഈ അവസ്ഥയെ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. കർത്താവേ, എൻ്റെ ഹൃദയത്തിൻ്റെ ഭാരത്തെ ഞാൻ അൾത്താരയിൽ സമർപ്പിക്കുന്നു. ഒരു പക്ഷേ പുറത്ത് ഒരു മനുഷ്യനോട് പോലും പറയാൻ പറ്റാത്ത ചില വിഷമങ്ങളായിരിക്കും നിന്റെ ഉള്ളിലുള്ളത്. വീട്ടുകാരോട് പറയാൻ പറ്റുന്നില്ല, ഈ കൂട്ടുകാരോട് പറയാൻ പറ്റുന്നില്ല. അത്രമേൽ വലിയൊരു ഭാരം നിന്റെ ഉള്ളിലുണ്ടാവും. ആ ഭാരം എന്താണോ, നിന്നെ അറിയുന്ന ഈശോയുടെ മുമ്പിൽ അത് സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ഈശോയെ, നിനക്ക് എന്നെ നന്നായിട്ട് അറിയാമല്ലോ, ഇതാ എൻ്റെ ഈ ഭാരത്തെ, ഈ സങ്കടത്തെ ഞാൻ സമർപ്പിക്കുന്നു. കർത്താവേ, ഈ സങ്കടത്തെ ഒരു അനുഗ്രഹമാക്കി മാറ്റണമേ. ഒരു പക്ഷേ നിന്നെ കുറിച്ച് നാട്ടുകാര് കളിയാക്കുകയും ഇല്ലാക്കഥകൾ പറയുകയും നിന്റെ കുടുംബത്തെയും നിന്റെ ജീവിതത്തെയും അപമാനിക്കുകയും ചെയ്യുന്നുണ്ടാവും. ഒരുപക്ഷെ നീ ഒരു തിന്മയും ചെയ്തിട്ടില്ലെങ്കിലും നിന്നെ മറ്റുള്ളവര് വല്ലാണ്ട് വിഷമിപ്പിക്കുന്നുണ്ട അനുഭവം ഉണ്ടോ? ഈശോയോട് പറ, ഈശോയെ, ഇതെന്റെ സങ്കടമാണ്, എനിക്ക് പലരോടും ദേഷ്യം തോന്നുന്നു, എൻ്റെ ഉള്ളിൽ പലരോടും വല്ലാത്ത പക തോന്നുന്നു. കർത്താവേ, എൻ്റെ മുഖം വാടിയിരിക്കുന്നതിൻ്റെ, സങ്കടപ്പെട്ടിരിക്കുന്നതിൻ്റെ കാരണം ഇതാണ്. സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. നിന്റെ സങ്കടം എന്താണോ? ഒരുപക്ഷെ അനേക മാതാപിതാക്കളുടെ ഉള്ളിലുള്ള സങ്കടം മക്കളെ ഓർത്തിട്ടായിരിക്കും. ഇത്രയും സ്നേഹിച്ച് ലാളിച്ച് വളർത്തിയിട്ടും ഈ മക്കൾ എന്തേ ഞങ്ങളെ ഒന്ന് പരിഗണിക്കുന്നില്ല, ഞങ്ങളെ ഒന്ന് വിലമതിക്കുന്നില്ല, ഞങ്ങൾ പറയുന്നത് അവർ കേൾക്കുന്നില്ല എന്ന് സങ്കടം മാതാപിതാക്കളെ നിങ്ങൾക്കുണ്ടാകും. ആ സങ്കടത്തെ ഈശോയുടെ കയ്യിൽ കൊടുത്ത് പ്രാർത്ഥിക്കുക. നിന്റെ ഉള്ളിലുള്ള ആ കുറവിനെ ഒരു അനുഗ്രഹമാക്കി മാറ്റാൻ കർത്താവ് ആഗ്രഹിക്കുന്ന സമയമാണ്. നിന്റെ ഭാരത്തെ ഈശോയുടെ കയ്യിലേക്ക് കൊടുക്കുക. ജോലി മേഖലയിൽ ഭാരപ്പെട്ട് പ്രാർത്ഥിക്കുന്നവരുണ്ടാവും. വിചാരിച്ച ഒരു ജോലി കിട്ടിയില്ല, ഇനി ജോലി കിട്ടിയിട്ട് വിചാരിച്ച പോലത്തെ ഒരു ശമ്പളമില്ല, സമയക്രമീകരണം അങ്ങ് ശരിയാവുന്നില്ല, അങ്ങനെ തുടങ്ങി അനേക ഭാരങ്ങളാൽ വലയുന്നവരുണ്ടാവും. സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. പ്രത്യേകിച്ച് വിദേശങ്ങളിലൊക്കെ ഈ ശുശ്രൂഷ സമയത്ത് കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്ന ഒത്തിരി സഹോദരങ്ങളുണ്ടല്ലോ. നിന്റെ സങ്കടം എന്താണോ അത് ഈശോയുടെ കയ്യിലോട്ട് കൊടുത്ത് പ്രാർത്ഥിക്കുക. ഈശോയ്ക്ക് നിന്നെ മനസ്സിലാകും, ഈശോയ്ക്ക് മാത്രമേ നിന്നെ മനസ്സിലാകൂ. ഒത്തിരിയേറെ കുടുംബത്തിന്റെ കടബാധ്യതയും പേറി കുടുംബത്തെ എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷിക്കണമെന്ന് ആഗ്രഹിച്ച് വിദേശങ്ങളിലേക്ക് ചെന്നിരിക്കുന്ന സഹോദരങ്ങളുണ്ട്. എന്നാൽ അവിടെ നിലനിൽക്കാൻ പറ്റുന്നില്ല, ഒരു പാർട്ട് ടൈം ജോലി പോലും കിട്ടുന്നില്ല, അവിടെ വിസ ക്രമീകരണം ലഭിക്കുന്നില്ല, PR ലഭിക്കുന്നില്ല, പഠനകാര്യങ്ങൾ ശരിയാവുന്നില്ല, പഠിക്കുന്ന യൂണിവേഴ്സിറ്റിയിൽ പേപ്പർ വർക്ക് ശരിയാവുന്നില്ല. അങ്ങനെ തുടങ്ങി 100,000 പ്രശ്നങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്നവരുണ്ടല്ലോ. ഇനി തിരിച്ചു പോരാൻ പറ്റാത്ത വണ്ണമുള്ള ഭാരപ്പെടുന്നവരുണ്ട്. സമർപ്പിച്ച് പ്രാർത്ഥിക്ക്. ജീവിതത്തിന്റെ ഭാരത്തെ ഈശോയുടെ കയ്യിൽ കൊടുക്ക്.
ചില രാജ്യങ്ങളിലൊക്കെ ഉപജീവന മാർഗത്തിന് വേണ്ടി എത്തപ്പെട്ടിട്ട് തിരിച്ചു പോരാൻ പറ്റാത്ത വണ്ണം വിസ പോലും ഇല്ലാതെ പണിയെടുത്ത് സ്വന്തം കുടുംബക്കാരോട് കൂടെ ചേർന്നിരിക്കാൻ പോലും പറ്റാതെ ദൂരങ്ങളിലായിരുന്നു കൊണ്ട് കണ്ണുനീരോടെ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഒറ്റപ്പെട്ട അനേകരുണ്ട്. ഈ സങ്കടം ഈശോയുടെ കയ്യിൽ കൊടുക്ക്. നിനക്ക് വേണ്ടി ദൈവം വഴി തുറക്കും. നിന്റെ ഹൃദയത്തിന്റെ ഭാരം എന്താണോ അത് ഈശോയ്ക്ക് കൊടുക്കണം. ഈശോയെ, ഇതെന്റെ സങ്കടമാണ്. വിചാരിക്കുന്നത് പോലെ കാര്യങ്ങളൊന്നും അങ്ങോട്ട് നടക്കുന്നില്ല കർത്താവേ. എൻ്റെ മുഖം വാടിയിരിക്കുന്നതിന് കാരണമുണ്ട്. തമ്പുരാൻ കർത്താവേ, എൻ്റെ സങ്കടത്തെ ഈ അൾത്താരയോട് ചേർത്ത് വയ്ക്കുന്നു. ഹൃദയം നുറുങ്ങി എൻ്റെ ജീവിതത്തെ ഞാൻ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. രണ്ട് കരങ്ങളും അൾത്താരയിലേക്ക് ഒന്ന് നീട്ടിപ്പിടിച്ച സഹോദരങ്ങളെ, ഹൃദയം നുറുങ്ങിയവർക്ക് കർത്താവ് സമീപസ്ഥനാണ്. മനമുരുകിയവരെ അവിടുന്ന് രക്ഷിക്കുന്നു. നിന്റെ സങ്കടം എന്താണോ ആ സങ്കടത്തെ അൾത്താരയിലേക്ക് കൊടുക്കൂ. യേശുവേ, യേശുവേ, എൻ്റെ കണ്ണുനീര് കാണുന്നവനെ, നിന്റെ അലച്ചിലുകൾ അവൻ എണ്ണിയിട്ടുണ്ട്. നിന്റെ കണ്ണീർ കണം കുപ്പിയിൽ ശേഖരിച്ചിട്ടുണ്ട്. യേശുവിലേക്ക് കൊടുക്കൂ, യേശുവിലേക്ക് കൊടുക്കൂ. കരങ്ങൾ നീട്ടിപ്പിടിച്ച് യേശുവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുമ്പോ കർത്താവേ സമർപ്പിക്കുന്നു. ഈശോ, യേശുവേ, നിന്റെ ഭാരത്തെ സങ്കടത്തെ സമർപ്പിക്കൂ. ആ വിഷയം പറഞ്ഞ് പ്രാർത്ഥിക്കൂ. ആ വ്യക്തികളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കൂ. ആ സംഭവങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കൂ. കർത്താവ് നിന്നിൽ ഇടപെടട്ടെ. കർത്താവ് നിന്നിൽ ഇടപെടട്ടെ. ഓ ദൈവമേ, എന്റെ ജീവിതത്തിൽ അങ്ങ് ഇടപെടണമേ. കർത്താവേ, അങ്ങന്റെ ജീവിതത്തിൽ ഇടപെടണമേ. കർത്താവേ, അങ്ങന്റെ ജീവിതത്തിൽ ഇടപെടണമേ. എന്റെ ജീവിതത്തെ ഒരു പുത്തൻ അഭിഷേകത്തിലേക്ക് കർത്താവെ അങ്ങ് ഒരുക്കണമേ. കർത്താവെ, ഞാൻ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവേ, ദൈവത്തിൻ മുഖം പാടും മിഴികൾ ഈറനണിഞ്ഞ ദൈവത്തിൻ മിഴി നീരയും. നിന്റെ ജീവിതത്തിൽ കർത്താവ് ഇടപെടുന്ന സഹോദര വിശ്വസിക്കൂ. ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായത്തിൽ അബ്രാഹത്തിന്റെ മുമ്പിൽ തമ്പുരാൻ കർത്താവ് കൃത്യമായി പഠിപ്പിച്ചു കൊടുത്തു. നീ ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുന്നവനല്ല. നീ ആകാശത്തിലേക്ക് നോക്കുക. നീ നക്ഷത്രജാലങ്ങളെ കാണാൻ സാധിക്കും. നീ ലോകത്തെ തുറന്നു കാണണം. നീ ഇങ്ങനെ കൂടാരത്തിനുള്ളിൽ അടഞ്ഞിരിക്കരുത്. നീ ഇങ്ങനെ മുഖം വാടിയിരിക്കരുത്. സങ്കടപ്പെട്ടിരിക്കരുത്. നീ പുറത്തേക്ക് വരണം. അബ്രാഹത്തെ ദൈവം പുറത്തേക്ക് പിടിച്ചുകൊണ്ട് വന്നിട്ട് ആകാശത്തിലേക്ക് നോക്കിയിട്ട് പറഞ്ഞു, ഇതുപോലെ നിനക്ക് മക്കളുണ്ടാകും. മണൽത്തരി പോലെ നിനക്ക് സന്താനങ്ങളെ ജനിപ്പിക്കും. വാഗ്ദാനം സംഭവിച്ചില്ലേ? ഇതുപോലെ നിന്റെ ജീവിതത്തിൽ സംഭവിക്കും. മോശ കടലിന്റെ മുമ്പിൽ നിന്ന് പൊട്ടി കരഞ്ഞിട്ട് ദൈവത്തോട് ചോദിച്ചു, ദൈവമേ, ഇതിനാണോ ഈജിപ്തിന്റെ അടിമത്തത്തിൽ നിന്ന് ഞങ്ങളെ കൊണ്ടുവന്നത്? എന്നാൽ ദൈവത്തിന്റെ അത്ഭുത പ്രവൃത്തി എന്തെന്നറിയോ? ആ കടല് കടക്കാൻ മോശയെയും ഇസ്രായേൽക്കാരെ സഹായിച്ച ദൈവം ഇന്നും ജീവിക്കുന്നു. അവൻ പ്രവർത്തിക്കുന്ന ദൈവമാണ്. ജോഷുവയുടെ പുസ്തകം 7-ാം അധ്യായം ഇതാ കണ്ണുനീരോടെ ജോഷുവ പ്രാർത്ഥിക്കുകയാണ്, ദൈവമേ, എന്തിനാ ഇസ്രായേൽ ജനത്തെ ഈ മണ്ണിൽ കൊണ്ടുവന്നത്? ഇത്രമേൽ കരഞ്ഞ് പ്രാർത്ഥിക്കുന്ന മറ്റൊരു മനുഷ്യനെ കണ്ടിട്ടുണ്ടോ? ജീവിതത്തിന് അത്രമേൽ ഭാരം സമർപ്പിച്ച് ആ വ്യക്തിയുടെ കണ്ണുനീർ. എന്നാൽ ഇസ്രായേൽ ജനത്തെ കാനാൻ ദേശത്തേക്ക് എത്തിച്ച ദൈവം ഇന്നും ജീവിക്കുന്ന ദൈവമാണ്. കടല് കടക്കാൻ ശക്തി നൽകിയ ദൈവം, പാറയിൽ നിന്ന് ജലമൊഴുക്കിയ ദൈവം, ആകാശത്ത് നിന്ന് മന്നയും കാടപ്പക്ഷിയും ചൊരിഞ്ഞ ദൈവം ഇന്നും ജീവിക്കുന്ന ദൈവമാണ്. രണ്ട് കരങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് നിന്റെ സങ്കടത്തിൽ നീ മനസ്സിലത് കാണണം. എന്റെ സങ്കടത്തിൽ ദൈവം പ്രവർത്തിക്കുന്നു. എന്റെ ജീവിതത്തിന്റെ ദുഃഖത്തിൽ ദൈവം പ്രവർത്തിക്കുന്നു. നീ അത് മനസ്സിൽ കാണണം. കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് അബ്രാഹത്തെ പോലെ, മോശയെ പോലെ, ജോഷുവയെ പോലെ നീയും ഇത് ഏറ്റെടുക്കണം. ഈ ശുശ്രൂഷ സമയത്ത് നിന്നിൽ അത് സംഭവിക്കുന്ന സമയമാണ്.
നിന്റെ ജീവിതം നിരാശപ്പെട്ടും മുഖം വാടി ഇരിക്കാനല്ല, മറിച്ച് നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട്. നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട്. കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് ചങ്ക് കീറി യേശുവേ എന്ന് വിളിക്കുമ്പോ നീ അത് അനുഭവിക്കുന്ന സമയമാണ്. നിന്റെ ജീവിതത്തിന്റെ സങ്കടങ്ങളിലേക്ക് പ്രവർത്തിക്കുന്ന ഒരു ദൈവം, നിന്റെ ജീവിതത്തിന്റെ ഭാരത്തിൽ പ്രവർത്തിക്കുന്ന ദൈവം. കരങ്ങൾ ഉയർത്തി യേശുവേ വിളിച്ച് വിളിച്ച് പ്രാർത്ഥിക്കട്ടെ, വിളിച്ച് വിളിച്ച് പ്രാർത്ഥിക്കട്ടെ, വിളിച്ച് വിളിച്ച് പ്രാർത്ഥിക്കട്ടെ. ഈശോയേ കൈയടിച്ചു സന്തോഷത്തോടെ. ഓ കർത്താവേ, ഞങ്ങളത് ഏറ്റെടുക്കുന്നു. ഓരോരുത്തരും കൈയടിച്ച പോരാ, നന്നായിട്ട് കൈയടിച്ചേ. യെസ്, ഓ കർത്താവേ, യെസ്, ഐ ബിലീവ് ആൻഡ് ഐ ക്ലെയിം റൈറ്റ് നൗ. എന്നിൽ അത് സംഭവിക്കട്ടെ. ഓരോ വ്യക്തിയും പോരനെ സന്തോഷത്തോടെ കൈകാലുകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി ചവിട്ടെ, കൈയടിച്ചു. ആമേൻ. എല്ലാത്തിനും മേലെ ആമേൻ, യേശു വലിയവനാ. ആമേൻ, ആമേൻ. എല്ലാ നാമങ്ങൾക്കും മേലെ ആരാധന. എല്ലാത്തിനും മേലെ യേശു വലിയവനാ. ആമേൻ, ആമേൻ. എല്ലാ നാമങ്ങൾക്കും യെസ്. മേലെ ആരാധന. കരങ്ങൾ ഉയർത്തി കൈയടിച്ച് പാടേ. എല്ലാ നാമങ്ങൾക്കും ആമേൻ, മേലെ ആരാധന. ആമേൻ. യേശുവേ മേലെ ആരാധന. ആമേൻ, ആകാശം സൃഷ്ടിച്ച ദൈവം ആമേൻ. എന്നെ നടത്തിയിടുമേ. വിശ്വസിക്കുന്നു. ഈ ഭൂമി സൃഷ്ടിച്ച ദൈവം എന്നെ ഉയർത്തിയിടുമേ. ഒന്ന് പാടിക്കേ. ആകാശം സൃഷ്ടിച്ച ദൈവം, ആകാശം സൃഷ്ടിച്ച ദൈവം എന്നെ നടത്തിയിടുമേ. ആമേൻ, ആമേൻ. ഈ ഭൂമി സൃഷ്ടിച്ച ദൈവം എന്നെ നടത്തിയിടുമേ. ചാടി തൊള്ളേ. ആകാശമോ തന്റെ സിംഹാസനം, ആമേൻ. ഈ ഭൂമിയോ തന്റെ പാദപീഠം. വിശ്വസിക്കുന്ന കർത്താവേ. ആകാശമോ തന്റെ സിംഹാസനം, ആമേൻ. ഈ ഭൂമിയോ തന്റെ പാദപീഠം. ആ ദൈവം അത്ര ഉന്നതനാണ്. യേശുവേ യേശു അത്ര ഉന്നതനാണ്. കരങ്ങൾ ഉയർത്തി ഈശോയേ. ഉന്നതനാണ്. വിളിക്കട്ടെ, വിളിക്കട്ടെ, വിളിക്കട്ടെ. യേശു അത്ര ഓ കർത്താവേ, വിളിക്കുന്നു, വിളിക്കുന്നു, വിളിക്കുന്നു. യേശുവേ എല്ലാത്തിനും മേലെ ആമേൻ. യേശു വലിയവനാ. പാടി, പാടി. എല്ലാ നാമങ്ങൾക്കും ഈശോ മേലെ ആരാധന. എല്ലാത്തിനും മേലെ യേശു വലിയവനാ. ആമേൻ. എല്ലാ നാമങ്ങൾക്കും യേശുവേ മേലെ ആരാധന. എല്ലാ നാമങ്ങൾക്കും മേലെ ആരാധന. ആമേൻ, ആമേൻ. എല്ലാ നാമങ്ങൾക്കും ഏറെ ആരാധ്യൻ. മേലെ ആരാധന. രണ്ട് കരങ്ങൾ ഉയർത്തി ഒരൊറ്റ വിളി, എന്റെ ഈശോയേ. സ്തുതിക്കട്ടെ, 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 സ്തുതിക്കട്ടെ. ഓ ദൈവമേ, അത്ഭുതകരമായ ദൈവത്തിന്റെ ശക്തി ഈ കൂടാരത്തിൽ വെളിപ്പെടുന്നു. ഒരു പുതിയ അഭിഷേകം വെളിപ്പെടുന്നു. ദൈവശക്തി വെളിപ്പെടുന്നു. തടസ്സങ്ങൾ കർത്താവ് മാറ്റട്ടെ. ദൈവശക്തി വെളിപ്പെടുന്നു. കരങ്ങൾ ഉയർത്തി, സ്വരമുയർത്തി ഈശോയേ എന്ന് വിളിക്കട്ടെ, വിളിക്കട്ടെ, വിളിക്കട്ടെ. ഒരു പുതിയ അഭിഷേകം ഈ ശുശ്രൂഷ സമയത്ത് സംഭവിക്കപ്പെടട്ടെ. നിന്റെ കെട്ടുകൾ കർത്താവ് അഴിക്കട്ടെ. നിന്റെ ജീവിതത്തെ കർത്താവ് പുതുക്കി പണിയുന്നു. ഒരു പുതിയ അഭിഷേകം നിന്നിൽ സംഭവിക്കുന്നു. യേശുവേ, വിശ്വസിച്ച് ഏറ്റെടുക്കുന്നു. ഞങ്ങൾ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുന്നു. ആരാധന, 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 ആരാധന. ഓ ദൈവമേ, പരിശുദ്ധ അൾത്താരിൽ നിന്ന് ദൈവ സാന്നിധ്യം അനേകരുടെ പക്കലേക്ക് കടന്നു വരുന്ന സമയം, നിന്റെ ജീവിതത്തെ കർത്താവ് വിശുദ്ധീകരിക്കുന്ന സമയം. ഈശോ നിന്നിൽ ഇടപെടുന്നു. ഈശോ നിന്നിൽ ഇടപെടുന്നു. യേശു നിന്നിൽ ഇടപെടുന്നു. വിശ്വസിച്ച് പ്രാർത്ഥിച്ചേ, ഏറ്റെടുത്ത് പ്രാർത്ഥിക്കട്ടെ. ഭാരപ്പെടേണ്ട. ഈശോ അനേകരോട് പറയുന്നു, ഭാരപ്പെടേണ്ട, യേശു നിന്നിൽ പ്രവർത്തിക്കുന്നു. രണ്ട് കരങ്ങളും നെഞ്ചോട് ചേർത്തോളൂ. വിശ്വസിച്ച് പ്രാർത്ഥിക്കൂ. നീ ആര് തന്നെയാണെങ്കിലും, നിന്റെ ജീവിത അവസ്ഥ എന്തു തന്നെയാണെങ്കിലും, കർത്താവ് നിന്നെ പുതുക്കി പണിയുന്ന സഹോദര, സഹോദരി.
ആകാശം സൃഷ്ടിച്ചൊരു ദൈവമുണ്ട്. ഈ പ്രപഞ്ചത്തിൽ നിനക്ക് രൂപം നൽകിയ ഒരു ദൈവമുണ്ട്. അമ്മയുടെ ഉദരത്തിൽ നീ രൂപം കൊള്ളുന്നതിന് മുമ്പേ നിന്നെ അറിഞ്ഞ ഒരു ദൈവമുണ്ട്. ഇന്ന കുടുംബത്തിൽ ജനിക്കണമെന്ന് നിശ്ചയിച്ചൊരു ദൈവമുണ്ട്. ഇപ്പോൾ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കണമെന്ന് നിശ്ചയിച്ചൊരു ദൈവമുണ്ട്. നിനക്കൊരു ജീവിത പങ്കാളിയെ തന്നൊരു ദൈവമുണ്ട്. നിനക്ക് മക്കളെ തന്ന ദൈവമുണ്ട്. നിനക്ക് ബന്ധങ്ങൾ തന്ന ദൈവമുണ്ട്. നിനക്ക് ആരോഗ്യം തന്നൊരു ദൈവമുണ്ട്. നിന്നെ ഇവിടെ ഇങ്ങനെ നിലനിർത്തുന്നൊരു ദൈവമുണ്ട്. ആ ദൈവം ഇന്നും ജീവിക്കുന്നവനാണ്. വിശ്വസിക്കണം, വിശ്വസിച്ചത് ഏറ്റെടുക്കണം. ഭാരപ്പെടേണ്ട. വലിയൊരു സാമ്പത്തിക നഷ്ടത്തിൽ കഴിയുന്ന ഒരു വ്യക്തിയും അദ്ദേഹത്തിന്റെ കുടുംബം ഇവിടെ വന്നിട്ടുണ്ട്. കർത്താവ് പറയുന്നു, വിഷമിക്കേണ്ട, നഷ്ടപ്പെട്ടത് കർത്താവ് വീണ്ടും നിനക്ക് ക്രമീകരിച്ചു നൽകും. നീ വിഷമിക്കേണ്ട, കർത്താവ് ഇടപെടും. ഈ വിഷയത്തിൽ നിനക്ക് വേണ്ടി ആര് വാദിക്കുമെന്നല്ല നിന്റെ ചിന്ത. കർത്താവ് നിനക്ക് വേണ്ടി വാദിക്കും. കർത്താവ് നിനക്ക് വേണ്ടി നിലകൊള്ളും. ഒരു വഴി പ്രശ്നത്തെ തുടർന്ന് വലിയൊരു ഭാരത്തിൽ കഴിയുന്ന ഒരു കുടുംബത്തിൽ കർത്താവ് ഇടപെടുന്നു. അത്ഭുതകരമായിട്ട് ഇടപെടുന്നു. ഹബക്കൂക്ക് പ്രവചനം 1:5, ഇതാ ജനതകളുടെ ഇടയിലേക്ക് നോക്കി നിങ്ങൾ വിസ്മയഭരിതരാകുവിൻ. പറഞ്ഞാൽ വിശ്വസിക്കാനാകാത്ത ഒരു കാര്യം നിങ്ങളുടെ നാളുകൾ ദൈവം ചെയ്യും. വിശ്വസിച്ചേറ്റെടുക്കൂ. നിന്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിലാണ്. ചലിക്കുന്ന ദൈവം, പ്രവർത്തിക്കുന്ന ദൈവം നിന്റെ ഉള്ളിലുണ്ട്. തളർന്നു പോകേണ്ട വ്യക്തിയല്ല നീ. തളർന്നു പോകേണ്ട വ്യക്തിയല്ല നീ. ചില ശാരീരിക രോഗപീഠകൾ വന്നതിന് ശേഷം എൻ്റെ ജീവിതം ഇനി ഇങ്ങനെയായല്ലോ എന്ന് വിഷമിച്ചുകൊണ്ട് ചിലർ പ്രാർത്ഥിക്കുന്നുണ്ട്. കർത്താവ് പറയുന്നു, അങ്ങനെയല്ല. കർത്താവ് നിന്നെ പുതുക്കി പണിയും. കർത്താവ് നിന്റെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്നൊരു ദൈവമുണ്ട്. നീ ഇങ്ങനെ മുഖം വാടി ഇരുന്നാൽ നീ പാപത്തിലേക്ക് പോവത്തുള്ളൂ. നീ അങ്ങനെ ഇരിക്കല്ലേ, നീ തിരിച്ചു വാ. കർത്താവ് നിനക്ക് വേണ്ടി കൃപയൊരുക്കുന്നു. കർത്താവ് എന്നും ആഗ്രഹിക്കുന്നത് നീ സന്തോഷത്തോടെ ഇരിക്കണം എന്നുള്ളതാണ്. വിഷമിക്കല്ലേ. ഭർത്താവിനെ ഓർത്ത് കരയുന്ന ഭാര്യയെ, എന്താ നിന്റെ സങ്കടം? ഇത്രമേൽ സങ്കടപ്പെടുന്നത്? ഈ സങ്കടം ഈശോ കാണുന്നുണ്ട് കേട്ടോ. നീ വിഷമിക്കേണ്ട. സംശയരോഗമല്ലേ ഭർത്താവിന്? പ്രിയപ്പെട്ട സഹോദരി, വിഷമിക്കേണ്ടെന്ന് കർത്താവിനറിയാം. പുറത്തു പറയാൻ പോലും പറ്റാത്ത വണ്ണം മനസ്സിലെ ഭാരം ഈശോ കാണുന്നുണ്ട്. നീ വിഷമിക്കേണ്ട. ഈശോ നിന്നിൽ ഇടപെടുന്നു. ഈശോ നിന്നിൽ ഇടപെടുന്നു. ഏറ്റെടുത്ത് പ്രാർത്ഥിക്കണം. അലർജി രോഗമുള്ള ഒരു കുഞ്ഞിനെ കർത്താവ് അനുഗ്രഹിക്കുന്നു. കർത്താവിന്റെ കൃപയാണ് നിന്റെ ഉള്ളിലുള്ളത്. അത് ഏറ്റെടുത്ത് പ്രാർത്ഥിക്കട്ടെ. ഓ ജീസസ്, താങ്ക് യു ലോർഡ്, ഐ പ്രൈസ് യു ലോർഡ്, ഐ വർഷിപ്പ് യു ലോർഡ്. കർത്താവെ നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. നമുക്കെല്ലാവർക്കും മുട്ടുകുത്തിക്കേ കരങ്ങൾ കൂപ്പി സമർപ്പിച്ച് നമുക്ക് ഒരുമിച്ച് ആശീർവാദം സ്വീകരിച്ച് പ്രാർത്ഥിക്കാം. ആരാധന ആരാധന യേശുവേ, ആരാധന പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും